നമ്മുടെ ലൈഫേ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് താങ്ക് യു പറയുന്ന ഒരു സ്വഭാവം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇത്. നമ്മൾ നന്ദി പറയുക. നമ്മളെപ്പോഴും പറയും, അതെ, എനിക്ക് ഈ ഹസ്ബൻഡിനെ തന്നതിന്, എനിക്ക് ഈ ഫാമിലി തന്നതിന്, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നതിന്, സമ്പത്ത് സമൃദ്ധി എല്ലാം ഉണ്ടാക്കി തന്നതിന് നന്ദി എന്ന് പറയും. നമ്മളൊരു 20-25 വർഷത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവും. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കുറച്ചൊരു ഏറ്റക്കുറച്ചിലൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അല്ലേ, ആ ഒരു ഫാമിലി വിട്ട് നമ്മൾ വേറെ പോകേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കാറേ ഇല്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ലവിങ് ആണ്, കുട്ടികൾ ലവിങ് ആണ്, വലിയ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ പോകുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കില്ല. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കഥ നടന്നത് തന്നെയാണ് കേട്ടോ. നടന്ന സംഭവങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ പറയുന്നുള്ളൂ. കാരണം എന്താണെന്നറിയാവോ, ജീവിതത്തിൽ നിന്നുള്ള പരിച്ഛേദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തലാണ് എൻ്റെ ഈ സീരീസിൻ്റെ ഉദ്യമം. ഇതിൽ പറയുന്നത് നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, എല്ലാം വേണം. പക്ഷേ ഹസ്ബൻഡിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഞാനിതിൽ പറയുന്നത് നിങ്ങൾ ഹസ്ബൻഡിനെ സംശയിക്കണമെന്നല്ല, പക്ഷെ പൾസ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് പറയുന്നതിന് മുമ്പേ മനസ്സിലാക്കാൻ പറ്റണം അല്ലേ. അതായിരിക്കും നമ്മുടെ കുറച്ചൊരു സക്സസ്ഫുൾ മാരേജസിന് അങ്ങനെ ആയിരിക്കും എപ്പോഴും. ഈ പറയുന്ന കഥയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയോ, ഇവര് 4 പേര്, അതായത് 2 പെൺമക്കളും അമ്മയും അച്ഛനും പപ്പായും, 2 ക്രിസ്ത്യൻ ഫാമിലിയാണ്. അവർ അമേരിക്കയിൽ താമസമാക്കിയ ആളുകളാണ്. അപ്പം അമ്മ അവിടെ നേഴ്സാണ്, മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. അതായത് ഇവർ കഷ്ടപ്പെട്ട് വളർത്തി, അങ്ങനെയാണ് എല്ലാവരും മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. കുട്ടികൾ പഠിച്ചു, ഡോക്ടേഴ്സായി. അതിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഏകദേശം അവരുടെ കൊലീഗുമായിട്ടൊക്കെ വൈറ്റ് പേഴ്സണുമായിട്ട്, വൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ, ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അമേരിക്കനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരുടെ നാട്ടിൽ കുറേ സ്വത്തുക്കളും ഒക്കെ ഇവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഇങ്ങനെ ഈ വലിയ ജോലിയൊന്നുമല്ല, ബട്ട് ഹി വാസ് ഓൾസോ ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 60-65 ഇയേഴ്സ് ഒക്കെ ആയ സമയത്താണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വീഴുകയാണ് നാട്ടിൽ, അങ്ങ് കേരളത്തിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണ്, ഞാനൊന്ന് പോയിട്ട് അമ്മയുടെ കൂടെ നിന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവരെത്ര നല്ല സ്ത്രീ ആയതുകൊണ്ടാണ്, ഒന്നാമത് നേഴ്സുമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു മനസ്സിൽ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് ശരിയാണ്, പരിചരണം ആവശ്യമുള്ള സമയമാണ്. 88 വയസ്സോ 90 വയസ്സിനോട് അടുത്ത അമ്മയാണ്. അപ്പം എത്ര കാലം ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുമല്ലേ 80 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇദ്ദേഹം അവിടെ പോയി ഏകദേശം സെറ്റിൽഡ്, പിന്നെ ഗ്രീൻ കാർഡൊക്കെ ഉള്ളതുകൊണ്ട് പോവാ വരിക എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ വിളിക്കുമ്പോഴൊക്കെ ഇവർക്ക് ഒരുമാതിരി ഇങ്ങനെ വീഡിയോ കോളിൽ വരാൻ താല്പര്യമില്ല. പിന്നെ അമ്മയുടെ അടുത്ത് ആള് നിർത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉഴപ്പി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുമാതിരി തോന്നുകയാണ് കേട്ടോ, എന്താ ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ ബാഹ്യരൂപത്തിലൊക്കെ ഒരു വ്യത്യാസം. അദ്ദേഹം മുടിയൊക്കെ പോയ ആളായിരുന്നു, പെട്ടെന്ന് മുടിയൊക്കെ വെച്ച് 10 വയസ്സ് കുറഞ്ഞ പോലെ. ഇവരാണെങ്കിൽ ഒരുപാട് പ്രായം തോന്നിക്കുന്നുണ്ട്. ഇവരും എന്തോ പാർട്ട് ടൈം ആയിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കും, അതായത് നഴ്സ് ആയിട്ടുള്ള 60 വയസ്സൊക്കെ ആയിട്ടുണ്ട്. യു വോണ്ട് ബിലീവ്, ഒരു ഭയങ്കര ഒരു ചേഞ്ച് കണ്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നാൻ തുടങ്ങി കേട്ടോ. ഇവരെന്ത് ചെയ്തു, ഇവരുടെ നാട്ടിലുള്ള ഏതോ അപ്പാപ്പനെയോ അമ്മാമ്മയുടെയോ എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെ ബ്രദറിനെയോ ആരെയോ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കണം, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് അയച്ചു. കാരണം ഇവരുടെ ബ്രദേഴ്സിനെയൊക്കെ ഇവർ അമേരിക്കയിലോട്ട് കൊണ്ടുവന്നായിരുന്നു. അവരുടെയും വൈഫുമാരെയൊക്കെ നേഴ്സുമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ എല്ലാവരും സെറ്റിലാക്കിയ ഒരു സ്ത്രീയാണ് കേട്ടോ ഇവർ. നോക്കുമ്പോഴേ ഈ പറഞ്ഞ മനുഷ്യൻ അവിടെ ശരിക്കും ഒരു കുടുംബം നടത്തിക്കൊണ്ടിരിക്കുക, ഹോം നേഴ്സുമായിട്ട്. ഇവർ പെട്ടെന്ന് ഒരു ദിവസം കയറി ചെന്നപ്പോൾ ഇവരുടെ ഈ കസിൻസ് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ആ ചെന്ന മനുഷ്യനും ഈ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കണ്ടത് കാരണം അങ്ങേർക്കും ഒരു ഇതായി.
പിന്നെ അങ്ങോട്ട് ആ ഹോം നേഴ്സ് അവിടുത്തെ ഒരു വലിയ ആളെ പോലെ ഇരിക്കുകയാണ്. വലിയ വീട് ഇവർ കഷ്ടപ്പെട്ട് പണിതിട്ടിരിക്കുന്നത്. അമ്മയെ നോക്കാൻ എന്നുള്ള പേരിൽ അമ്മയ്ക്ക് വലിയ ബോധമൊന്നും ഇല്ലാണ്ടായി. അമ്മ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായി. അപ്പോൾ സംഗതി മാറി എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ച് പറഞ്ഞു, വേഗം എളുപ്പം വന്നു. അപ്പം ഇയാൾക്ക് മനസ്സിലായി ഇനിയിപ്പം ഭാര്യ അറിയും ഇവർ നോക്കാൻ വന്നതാണെന്ന് മനസ്സിലായി. ഇദ്ദേഹം വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു, നീ വരുമൊന്നും വേണ്ട, ഞാനിത് നിന്റെ ഇത് കല്യാണം ഒഴിവാക്കാൻ തന്നെ ഇരിക്കുകയാണ്, എനിക്കൊരു ആൺകൊച്ചിനെ വേണമെന്ന്. 65 ഇയേഴ്സിൽ ആയപ്പോൾ ആ മനുഷ്യന് ഈ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ആണല്ലോ ഈ ജോലിക്കൊക്കെ ആളുകൾ വരിക എന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് എങ്ങനെയെങ്കിലും, ഐ എം സോറി, അത് പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ, നിങ്ങളാരും എന്നോട് ഇത് കെറിവിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞു തരുത്. എല്ലാ പണിക്ക് വരുന്നവർ അങ്ങനെയാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, പക്ഷെ ഇതങ്ങനെ എന്ന് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്നൊരു ആർത്തി തോന്നിപ്പോയി. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആർത്തി തോന്നുന്നത് മനുഷ്യൻ ആർത്തിയൊക്കെ ഒതുക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കുമോ? അപ്പം ഈ ലേഡി എന്ത് പറഞ്ഞു എന്നാണ് പറയണത്, നിങ്ങൾക്ക് അത് അത് തുടങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കൈനോട്ടക്കാരി വന്നു. കൈനോട്ടക്കാരി വന്നപ്പോൾ ഈ ഇതുങ്ങൾ ഇത്രയും വിവരമൊക്കെ ഉള്ളൂ. ആ കൈനോട്ടക്കാരിക്ക് കൈ നീട്ടി കാണിച്ചു കൊടുത്തു ഈ ഹോം നേഴ്സ് വെറുതെ കുത്തിയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വീട്ടിൽ വേറെ ജോലിക്കാരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹോം നേഴ്സിൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആൺകുട്ടി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ 36 വയസ്സുള്ളൂ ആ പെണ്ണ്, ആൺകുട്ടി ആയിരിക്കും നിങ്ങൾക്ക് കയ്യിൽ പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്നൊരു നോട്ടം നോക്കി ചേട്ടൻ്റെ കൈ കൊണ്ട് ഒന്ന് കാണിക്ക് അങ്ങനെ പറയും. എന്നിട്ട് ഈ 65 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ കൈയും കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും നോക്കിയിട്ട് ഇവർ പറഞ്ഞു, നിങ്ങളുടെ ഇതിലും അതെ ആൺപിള്ളേരെ അവിടെ ഇതാ കാണുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് പിള്ളേരില്ലേ എന്ന് വെച്ചു. പറഞ്ഞു, 2 കുട്ടികളുണ്ട്, പക്ഷെ ഒരാണും കൂടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, ഇനി ഈ ഹോം നേഴ്സ് പറഞ്ഞു വരുത്തിച്ചതാണോ കൈനോട്ടക്കാരീനെ ഒന്നും അറിയാൻ വയ്യ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം കൊണ്ടായി. പിന്നെ കിട്ടുന്ന സമയത്ത് ഈ കഥകളൊക്കെ ഈ പുറത്തുനിന്ന് വന്ന നേഴ്സ് അവരറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലുള്ള മറ്റേ ജോലിക്കാരികൾ, ഡ്രൈവർ, അവരൊക്കെ പറഞ്ഞാണ് ഇവരിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയണത്. അപ്പം നന്മയല്ലേ അവർ വിചാരിച്ചത് അല്ലേ? നന്മ വിചാരിച്ചല്ലേ ആ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് വിട്ടത്. ഇതിപ്പോൾ ഒരു പാടും പാടില്ല എന്നുള്ള 65 വയസ്സായ മനുഷ്യരെയൊക്കെ നമ്മൾ അങ്ങനെ സംശയിക്കുമോ? ആരും സംശയിക്കില്ല. അത്ര വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരു ഹസ്ബൻഡ് അങ്ങനെ ആവും എന്ന് ആരും വിചാരിക്കില്ലല്ലോ. അതാണ് പറയുന്നത്, മനസ്സ് ഒരു കുരങ്ങിൻ്റെ പോലെയാണ് കേട്ടോ. പെട്ടെന്ന് മാറുകയും അതല്ലേ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിയോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ പെട്ടെന്ന് എല്ലാവരും മറക്കൂലേ? പെട്ടെന്ന് നമ്മൾ കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നില്ലേ? അതുപോലെ പെട്ടെന്ന് നല്ലതും ഒക്കെ ചീത്തയും എല്ലാം നല്ലതും മറക്കും. ചീത്ത മറക്കുന്ന പോലെ തന്നെ നല്ലതും മറക്കുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പരിചരണവും ഇതുമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സ് ശരിക്കും അങ്ങ് മാറി. ഡിസൈഡ് ചെയ്യാണ്, ഈ വീടും പറമ്പും എല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അതൊക്കെ ഈ സ്ത്രീക്ക് അറിയാവോ? അതൊന്നും നമുക്ക് പിന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നറിയാമല്ലോ NRIs ആവുമ്പോൾ. ഈ ലേഡി അങ്ങ് വിഷമിക്കുകയാണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇവർ വിളിച്ച് ചോദിക്കുകയാണ് മക്കളുടെ അടുത്ത്, എന്താ ഞാൻ ചെയ്യണ്ടേ? അമ്മ കളഞ്ഞേച്ച് പോരമേ, ഇങ്ങനെ ഇത്രയും മനസ്സിങ്ങനെ താഴ്ന്നു പോയെങ്കിൽ അമ്മ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെ വിടാൻ പറ്റുമോ? കാരണം ഇതെല്ലാം ഇവരുടെയും കൂടെ ഏർണിങ്സ് ആണേ. എന്നിട്ട് പിന്നെ മക്കളോടും വരാൻ പറഞ്ഞ് മക്കൾ പറഞ്ഞ് ഈ വീടും ഈ സ്ഥലവും ഒഴിച്ചിട്ട് ബാക്കിയല്ല, അതായത് അയാളുടെ അപ്പൻ്റെ വീതം കിട്ടിയതിനകത്ത് ഇവർ പണിതതാണ്, ബാക്കി എല്ലാം തിരിച്ചു വന്നോളെന്ന് പറഞ്ഞു. ഏതൊക്കെയോ ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സും അതും ഇതൊക്കെ ഉണ്ട്. ഭയങ്കര ഫൈറ്റായി. കോടതിയിൽ പോയിക്കോളാൻ പറഞ്ഞു അന്നേരം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ പറഞ്ഞ് നമുക്ക് ഇതിന് നേരമില്ല, കാരണം ഇവർക്ക് തിരിച്ചു പോകണമല്ലോ. പിന്നെ അവസാനം പള്ളി വികാരിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് എന്തൊക്കെയോ പറഞ്ഞ് സെറ്റിലാക്കി ആ അമ്മയും 2 മക്കളും ഈ അപ്പനെ ഇവിടെ കളഞ്ഞേച്ച് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 ഇയർ ബാക്ക് നടന്ന സംഭവമാണേ. ഇത് അദ്ദേഹം കേട്ടു എന്ന് വെച്ചൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ ലോകം അറിയണം.
എന്തിനാ നിങ്ങളിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. എന്തായിന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആൺകുട്ടി ഉണ്ടായോന്നൊന്നും നമ്മൾ തിരക്കാൻ പോയില്ല. കാരണം ഞാൻ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇടപെട്ടത് ആ സമയത്ത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത ഒരു ദേഷ്യമായി ആ അച്ചായനോട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് ഈ ചേച്ചി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഈ മീഡിയേഷൻ പോലെ നടത്താൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചായിരുന്നു, ഞാനിത് കഥയായിട്ട് പറഞ്ഞിട്ടോ. പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ടേ. ലാസ്റ്റ് ഇത്രയും വർഷത്തെ സമ്പാദ്യവും സ്നേഹവും ആ ടൈമൊന്നും ആലോചിച്ച് നോക്കുക. അവർക്ക് 10-60 വയസ്സായി. ഓക്കെ, അവിടെ ചെന്ന് അവർക്ക് വേണമെങ്കിൽ അവർക്ക് കിട്ടാം, അവിടെയുള്ള സിറ്റിസൺ ആയതുകൊണ്ട്. പക്ഷെ അവരതിനൊന്നും മുതിരുന്നില്ല. പ്രാർത്ഥനയായപ്പോഴും അത് ആ സമയത്ത് അവരെൻ്റെ അടുത്ത് പറയണേ, ചില സമയങ്ങളിലുണ്ടല്ലോ അവരുടെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടെന്ന്. അവർക്ക് പിടികിട്ടുന്നില്ല. അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അങ്ങനെ അവർ ജീവിതത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന്. അതായത് ഹസ്ബൻഡ് ഉള്ളപ്പോഴും. അപ്പോൾ പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട് എനിക്ക്. എന്നും പ്രാർത്ഥിക്കണം എന്ന് അവരെന്നോട് പറയുമായിരുന്നു. നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, അതിന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലേ. എന്നെ കേൾക്കുന്നവർ ഇതിൻ്റെ അകത്തുനിന്നുള്ള ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ഭർത്താക്കന്മാരെ സംശയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു മിതത്വം വേണം. എല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഇങ്ങനത്തെ ചാടിക്കളികൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ പോലെ 65 വയസ്സായ വൃദ്ധൻ തന്നെയാണ്. 65 വയസ്സാകുമ്പോൾ വൃദ്ധനല്ല എന്ന് പറയാൻ പറ്റില്ല. 60 വയസ്സിന് മുകളിലേക്ക് വന്നാൽ വാർദ്ധക്യം തന്നെയാണ് കേട്ടോ. നമ്മൾ പറയാണ്, അയ്യോ ഞാൻ എനിക്ക് വയസ്സായിട്ടില്ല. അങ്ങനെയല്ല, മനസ്സിന് വയസ്സാകണ്ട, ശരീരത്തിന് വയസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ പോരെ എന്ന് നമ്മൾ ചിന്തിച്ചേക്കണം. കാരണം അതിൽ കൂടുതൽ, അതായത് ഒരു ഭാര്യയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇത്രയും ഡ്രസ്സിങ് അപ്പൊന്നും ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൽ നിന്നും പ്രതീക്ഷയില്ലല്ലോ. കാരണം അതൊരു സ്നേഹം, അടിയുറച്ച സ്നേഹവും പിന്നെ ഒരു ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഈ ബാഹ്യ സൗന്ദര്യത്തിന് അത്ര പ്രസക്തിയില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഈ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലെ എന്തോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹസ്ബൻഡ്സ് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? ഒരു ഭാര്യയും 2 മക്കളും ഉന്നതങ്ങളിൽ ഇപ്പോൾ ഈ ഉന്നതം എന്നുള്ള ഈ വേർഡ് ഞാൻ യൂസ് ചെയ്തെന്ന് വിചാരിച്ചേക്കാം. അവരുമായിട്ടുള്ള സെറ്റിലായിട്ടുള്ള ഉള്ളൊരു ലൈഫ്, ഒരു സ്നേഹം, എത്രയോ വർഷത്തെ ദാമ്പത്യമൊക്കെയാണ് ഈ വിട്ട് കളയണല്ലേ. ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഞാൻ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ശരിയും തെറ്റും എന്ന് പറയുന്ന ഒരു പങ്ക്തി നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം അവർ പറയും, നിങ്ങൾക്ക് അറിയില്ലല്ലോ, ആ ചേച്ചി പറഞ്ഞ കാര്യമല്ലേ, അങ്ങേരെ വിളിച്ച് ചോദിച്ചാൽ അറിയായിരിക്കും, ഇവളങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവർ കാണാമല്ലോ, നമുക്ക് കൺമുമ്പിൽ കാണാമല്ലോ അല്ലേ. ഇവരെങ്ങനെയായിരുന്നു, അവർ കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തി കൊണ്ടുവന്ന് അവരെങ്ങും പോയില്ലല്ലോ. ഇതുപോലെ അവർ വല്ലയിടത്തും പോയോ? ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? കഷ്ടമുണ്ടല്ലേ, വളരെ കഷ്ടം. ദയനീയവും ശോചനീയവുമായ അവസ്ഥയാണ് ആ കഥയിൽ ഞാൻ കേട്ടത്. പിന്നീട് അതിന് പിന്നാലെ പോയില്ല. ഇനിയും അതിന് ഫീഡ്ബാക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറെ കഥകൾ പറയുമ്പോൾ ഞാൻ പറയാം. അദ്ദേഹത്തിന് ആൺകുട്ടി ഉണ്ടായോ, അവർ കല്യാണം കഴിച്ചോ, ആ അമ്മ മരിച്ചു പോയോ ഒന്നും അറിയില്ല. കാരണം അവർ പിന്നെ എല്ലാം ബ്ലോക്ക് ചെയ്തു. അവർ ആ മനുഷ്യൻ്റെ DP പോലും നോക്കാറില്ല. അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചു, എല്ലാം വിച്ഛേദിച്ചു. ആ അമ്മയ്ക്ക് ജീവനുണ്ടോയെന്ന് പോലും തിരക്കാൻ പാടില്ല. മക്കളും നോക്കാറില്ല. അച്ഛൻ്റെ അമ്മയല്ലേ, ഒന്നുമില്ല. ആരുമായിട്ട് അവർ കണക്ഷനില്ലാതെ അവരെവിടെയോ അമേരിക്കയിൽ തന്നെ അവരങ്ങനെ അങ്ങോട്ട് കഴിയാണ് ഇപ്പോൾ. കാരണം അവർ പറയുന്നത് അതൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പഴയ ബന്ധങ്ങൾ ഇങ്ങനെ സ്നിപ്പ് ഓഫ് ചെയ്ത് അവർ കളഞ്ഞിട്ട് പോയതാണെങ്കിൽ പിന്നെ ഒരിക്കലും അതിലേക്ക് ഇങ്ങനെ നോക്കി നമ്മളതിനകത്തുനിന്ന് ഒന്നും ചെയ്യരുതെന്നാണ്. ഞാൻ 1-2 സിനിമാ നടികൾ ഈ ഇതിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ, സുകുമാരി, ഇവരുടെ 2 പേരുടെയും ഹസ്ബൻഡ്സ് തിരിച്ചു വന്നു അത്ര. എപ്പോഴോ ഇങ്ങനെയൊക്കെ പോയിട്ട് അതെന്ത് കഥയാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവരാണ് ലാസ്റ്റ് നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് വലിയ മനസ്സാന്നേ ഞാൻ പറയുള്ളൂ. ഇവരങ്ങനെ നോക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്ര വേദനിപ്പിച്ചതിന് ശേഷം അങ്ങനെ നോക്കണോ അറിയില്ല. അതൊക്കെ ചിന്തയ്ക്ക് വിടുന്നു. അപ്പോൾ ഇനിയും ഒരു കഥയുമായിട്ട് നാളെ വരുന്നതായിരിക്കും. ഓക്കെ, ശരി എന്നാൽ.
ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യൂ കേട്ടോ. ഇനി ലൈക്ക് ചെയ്യണേ നിങ്ങൾ കേൾക്കുന്നവരൊക്കെ. താങ്ക് യു.